ഹായ് ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്ന് വെച്ചാൽ രാവിലെ ഒരു 4:30 മണിയാണ്. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ പറയുന്ന പോലെ പൊള്ളി വൈബാണ് രാവിലെ എന്ന് പറഞ്ഞാൽ. ആ ഒരു കിളികളൊക്കെ സൗണ്ടും അതേപോലെ തന്നെ ചായക്കടയിൽ നിന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മൾ സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അയ്യോ അമ്മാതിരിയാണ് ഇവിടെ. എനിക്കറിയില്ല. ഈ ഒരു 4:30 എന്ന് പറയുമ്പോ ഞാൻ എന്ന് പറഞ്ഞാല് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ നമ്മടെ നാട്ടിലുള്ള ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ പോത്ത് പോലെ കിടന്നുറങ്ങുന്ന ആളായിരുന്നു ഞാൻ. 10 മണി വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ മക്കളൊക്കെ മോനൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? രാവിലെ എണീക്കാൻ പറ്റുമോന്നൊക്കെ. പക്ഷേ ഓരോ സിറ്റുവേഷൻ അല്ലേ. നമ്മള് ഓട്ടോമാറ്റിക് ആ സമയത്ത് അങ്ങ് എണീറ്റ് പോകും. അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ രാവിലെ രാഘു പോയതിന് ശേഷം 4:30 ആ സമയമായപ്പോ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ദൂരേന്ന് ചായക്കടേന്നുള്ള പാട്ടൊക്കെ കേൾക്കും. ബംഗാളി സോങ്ങാണ്. എന്നാലും നല്ലൊരു സുഖാണ് അതൊക്കെ കേൾക്കാനും കാണാനൊക്കെ. അപ്പൊ അവര് രണ്ടുപേരും നല്ല ഉറക്കായിരുന്നു. രാഘു അങ്ങ് പീട്ടിക്ക് പോവുകയും ചെയ്തു. അപ്പൊ വരുമ്പോഴത്തേക്കല്ലേ പിന്നെ ചായയൊക്കെ ആക്കേണ്ടത്. അപ്പൊ ഞാൻ കുറെ അവിടെയൊക്കെ നടന്നു. അവിടെയുള്ള ചായക്കടയിലുള്ള ആളോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ആഹ് ബംഗാളി എനിക്കറിയില്ല. അയാൾക്ക് മലയാളം അറിയില്ല. പക്ഷെ ഞങ്ങള് ഹിന്ദിയിൽ സംസാരിക്കും. തട്ടിയും മുട്ടിയൊക്കെ ഹിന്ദിയിലൊക്കെ സംസാരിക്കും. അപ്പോ അയാള് പറഞ്ഞു 3:30ക്ക് അവര് ചായക്കട തുറക്കുന്നൊക്കെ പറഞ്ഞു. ഇതാണ് ശരിയായ ഗ്രാമം എന്നൊക്കെ പറയുമ്പഴേ. നമുക്ക് ഇവിടൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം മനോഹരമാണ് ഇവിടുത്തെ ഗ്രാമം എന്നൊക്കെ. ഈ ഒരു ലൈഫ് എന്നൊക്കെ പറയുന്നതേ, എന്ന് വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഈ ഒരു രീതിക്ക് തന്നെ ജീവിക്കാനും പറ്റൂല. എന്നെയൊക്കെ സംബന്ധിച്ച് എന്തായാലും ജീവിക്കാൻ പറ്റൂല. എന്നാലും നല്ലൊരു അന്തരീക്ഷം എന്നൊക്കെ പറയുമ്പഴേ എന്തൊക്കെയാവട്ടെ. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. തിരക്ക് വേറൊന്നുമല്ല. ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അപ്പം മാർക്കറ്റിൽ പോയിട്ട് പുതിയ പുതിയ എന്തെങ്കിലും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് റഹാന് ക്ലാസ് ഒക്കെ തുടങ്ങും. അവനെ കൊണ്ട് വേണം വീഡിയോ ഒക്കെ എടുപ്പിക്കാൻ. അപ്പൊ അങ്ങനെ ഞങ്ങള് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. രണ്ടാളും എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോഴത്തേക്ക് ഞാൻ രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ ആക്കി വെച്ച്. ഞങ്ങളെ മുറ്റത്ത് തന്നെ കർമൂസന്റെ തൈ ഉണ്ടായിരുന്നെ. അപ്പൊ രാഘു പീട്ടി കഴിഞ്ഞ് വന്ന് എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. നിങ്ങളെ ഭർത്താവ് ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കാരണം എന്ന് വെച്ചാല് ഞാൻ കണ്ടതിൽ വെച്ച് 2 ആൾക്കാര് ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്ന ഒരു ശീലമില്ലാത്ത 2 ആൾക്കാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ വേഗം അതും കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒന്നുകിൽ ഫോണ് കാണുക, ടിവി കാണുക. ടിവി കുറവാണ്. മൊബൈലിൽ എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അല്ലാണ്ടുള്ള ജോലികൾ ചെയ്യുന്ന ഞാൻ ഈ പറഞ്ഞ 2 ആൾക്കാര് ആരാന്ന് വെച്ചാൽ ഒന്ന് എന്റെ അമ്മ, ഒന്ന് എന്റെ ഭർത്താവ്. ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ ഭർത്താവൊക്കെ ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യോ? അല്ലെങ്കില് വീട്ടിലെ ജോലികളൊക്കെ, അതായത് നമ്മുടെ വീട്ടു ജോലികൾ മാത്രമല്ല, നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള ജോലികളൊക്കെ ചെയ്യില്ലേ? എന്റെ ഭർത്താവെന്ന് വെച്ചാൽ റോഡ് മൊത്തം വരെ അടിച്ചു വാരും. അപ്പുറത്തെ വീട്ടിൽ വേണമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒന്നിനും ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇത്. ഭർത്താവിനെ പുകഴ്ത്തി പറയുന്നൊന്നല്ല, പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള 2 വ്യക്തികളാണ് എന്റെ അമ്മ, ഒന്ന് എന്റെ ഭർത്താവ്. അപ്പൊ ഞാൻ വേഗം തന്നെ പണിയൊക്കെ തീർത്തു. അവര് എണീറ്റു. രണ്ടുപേരും എണീക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ആ കർമൂസ വെച്ചിട്ട് ഉപ്പേരി വെച്ചു, കറി വെച്ചു, പരിപ്പിട്ടിട്ട് കറിയൊക്കെ വെച്ചു. എന്നിട്ട് വേണം ഞങ്ങക്ക് വേഗം അവിടെ മാർക്കറ്റിൽ പോകാനായിട്ട്. അപ്പൊ നിങ്ങളവിടെ കർമൂസ എന്നാണോ പറയുന്നത് പപ്പായക്ക്? ഞങ്ങളവിടെ കർമൂസയാണ് പറയുന്നത്. അതിന് ഓരോ പച്ചക്കറികൾക്കും ഓരോ പേരാണല്ലോ ഓരോ സ്ഥലത്ത്. അപ്പൊ ഞങ്ങള് വേഗം എല്ലാം കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. എന്താന്ന് വെച്ചാല് വേഗം ചെയ്തു വെച്ചില്ലെങ്കില് നല്ല വെയിലായത് കാരണം പച്ചക്കറിയൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മടിയായിരിക്കും. നമ്മള് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കും കുറേ നേരം. അപ്പൊ അതുകൊണ്ട് ചോറും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു. ചോറ് കുറച്ച് വെച്ചു. പിന്നെ ചപ്പാത്തി കുഴച്ച് വെച്ചു. ചപ്പാത്തി പിന്നെ കഴിക്കാൻ നോക്കുമ്പോഴേ ഞങ്ങള് ഉണ്ടാക്കുക, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ചെയ്തു വെച്ചു. ഉപ്പേരിയും കറിയൊക്കെ ആക്കി വെച്ച്. എന്നതിന് ശേഷം ഞങ്ങള് മാർക്കറ്റിലേക്ക് ഇറങ്ങി. മാർക്കറ്റിലൊന്നുമില്ല, പുതിയ എന്തെങ്കിലും പച്ചക്കറികള് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. ഇല്ല കുറച്ച് ചിക്കൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള സ്റ്റേഷനറി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇവിടെയുള്ള ആളുകളെ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എത്രയാ ആലു വാങ്ങിക്കാന്നറിയോ? എന്റെ മുന്നിന്ന് ഒരാൾ വാങ്ങിച്ച 20 കിലോ ആലുവാണ്. അവർക്ക് എന്തിനും ഏതിനും ഉരുളക്കിഴങ്ങില്ലാണ്ട് പറ്റൂല. അപ്പൊ ഞാനൊക്കെ 1 കിലോ അല്ലെ 2 കിലോ ഒക്കെ വാങ്ങിക്കുമ്പോ ആൾക്കാര് ഇവിടുത്തെ അവര് ചോദിക്കും, 1 കിലോ എന്നുള്ള ചോദിക്കും. അവർക്ക് അത്ഭുതമാണ്.
ഇത്രയും കുറച്ചൊന്നും ആരും വാങ്ങിക്കൂലല്ലോ. നമുക്ക് എപ്പോഴെങ്കിലും കറി വെക്കാനല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങള് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു, ചിക്കനൊക്കെ വാങ്ങിച്ചു. ഞങ്ങക്ക് ഇന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ മുന്നേയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കിട്ടിയതെന്ന് വെച്ചാൽ മീട്ടാക്കരയില എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് കിട്ടിയത്. നിങ്ങക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാം അത്. കാഴ്ചക്ക് നമ്മുടെ ചക്കേന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. ഉള്ളൊക്കെ കാണുമ്പോൾ ശരിക്കും ചക്ക പോലെയാണ് തോന്നുക. പക്ഷേ മീട്ടാക്കരയില എന്ന് പറയുമ്പോൾ നമ്മള് കരയില എന്ന് പറയുമ്പോൾ കയ്പ്പയാണല്ലോ. അപ്പൊ അതിന്റെ മധുരമുള്ള കയ്പാന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ മധുരം എന്ന് പറഞ്ഞാൽ നമ്മള് പഞ്ചസാരന്റെ മധുരമല്ല. സാധാരണ ബാക്കി പച്ചക്കറികളൊക്കെ പോലെ തന്നെ. പക്ഷെ കയ്പ് ഉണ്ടാവില്ല എന്ന് മാത്രം. അതിനെക്കൊണ്ട് പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ റെസിപ്പി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ നമ്മളെ നാട്ടിൽ ഇപ്പൊ എന്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഏകദേശം എല്ലാ സ്ഥലത്തുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുമല്ലോ. ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ ഞാൻ ഇത് ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ ഇടാം. നിങ്ങള് റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഷെയർ ചെയ്യാം. അതിന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇടാം. അപ്പൊ അത് വാങ്ങിച്ചു. ഞാൻ അതിന് കിലോന് 40 രൂപ എങ്ങനെ. ഞാൻ 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്കിനിയും മാർക്കറ്റ് വരുമല്ലോ. ഫ്രഷ് ആയിട്ട് വെറുതെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാനത് വിചാരിച്ച് കുറച്ച് വാങ്ങിച്ചു. അപ്പൊ അതൊക്കെ വാങ്ങിച്ചു. ആദ്യമൊക്കെ ഞാൻ എല്ലാ കാര്യത്തിനും രാഘുവിന്റെ അടുത്താണ് പറയാ. അത് വാങ്ങണം, ഇത് വാങ്ങണം എല്ലാം നമ്മൾ ലിസ്റ്റ് അയച്ചു കൊടുക്കും. ഇപ്പൊ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പോയിട്ട് വാങ്ങും. നമ്മൾ വെറുതെ അവരെ ജോലിന്റെ ടെൻഷനിടക്ക് അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാത്തത് അവരെ അടുത്ത് പറയാ, ചെയ്യാ. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളെ കണ്ടിട്ട് നമ്മളെ മക്കളും വളരട്ടെ അല്ലേ? സ്വന്തമായിട്ട് ചെയ്യാ. എന്നെയൊക്കെ എന്റെ അച്ഛനൊക്കെ അതാ പഠിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാല് നമ്മളെ കാര്യത്തിന് നമ്മള് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടേ. അതെന്ത് തന്നെ കാര്യമായാലും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിക്ക. മാക്സിമം അങ്ങനെ നിക്ക. ബാക്കി നമുക്ക് ആവശ്യം വരും. എല്ലാം തന്നെ നമുക്ക് തന്നെ ചെയ്ത് തീർക്കാന്നുള്ളതൊന്നും പറ്റൂലല്ലോ. അപ്പോ ആദ്യമൊക്കെ എനിക്കൊക്കെ എവിടെയെങ്കിലും ഒരു ഓഫീസ് കാര്യങ്ങൾക്ക് നമ്മളിപ്പോ വില്ലേജ് ഓഫീസ് അങ്ങനത്തെ പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോണെങ്കിൽ ആരെങ്കിലും കൂടെ വേണമായിരുന്നു. പിന്നെ എന്താ പറയാ പിന്നെ ഒരിക്കലും ഒരാളില്ലാണ്ടാവുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് നമുക്ക് എപ്പോഴും ആൾക്കാരുണ്ടാവില്ലല്ലോ. നമ്മള് വന്നതും ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക്. അപ്പൊ അതിനിടയിലുള്ള ജീവിതത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാല്ലേ. കുറച്ച് സാഹിത്യം പറഞ്ഞതാണ് ട്ടോ. അപ്പൊ അങ്ങനെയല്ല നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാല്ലേ. ഞാനതന്നെ എന്റെ മക്കളടുത്തും പറഞ്ഞു കൊടുക്ക. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ സാധനമൊക്കെ വാങ്ങി ഞങ്ങള് തിരിച്ചു വന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങള് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങള്. ഫുഡ് ഉണ്ടാക്കുക. ഇവിടുന്ന് നമ്മള് കൂടുതൽ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഈ മക്കളെ കൂടെയുള്ള കുറച്ച് കുറച്ച് നല്ല നിമിഷങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കാണാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്കും കാണാം. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ യൂട്യൂബൊക്കെ ആകുമ്പോൾ അത് തന്നെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു മെമ്മറി ആയിട്ട് അതും അവിടെ ഉണ്ടാവും. ഒക്കെ കൂടി ആകുമ്പോൾ കുറച്ച് നല്ല ഓർമ്മകളല്ലേ. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇടുമ്പോൾ എന്തുണ്ടെങ്കിലും മോനും ഉണ്ടാവും, ഋഷിയും ഉണ്ടാവും കൂടെ. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ അതായത് ഈ ബംഗാൾ നമ്മളെ നാട്ടിലൊക്കെ മൊത്തം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഫുൾ ഒരു ടൗൺ പോലെയായി മാറുകയല്ലേ ഏകദേശ സ്ഥലങ്ങളിലൊക്കെ. അപ്പോ ഈ ഇതുപോലത്തെ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ഇതേപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇനിയും ചെയ്യാം. കമന്റ് ചെയ്യുക നിങ്ങൾ. കമന്റ് ഇടുക. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഒരു ഉഷാറല്ലേ. അപ്പോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ഉച്ച വരെയുള്ള സമയം കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ പിന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.